അനാമിക മോളും മറ്റ് 2 പിഞ്ചു കുഞ്ഞുങ്ങളുമടക്കം ഒരു നിർധന കുടുംബം കഴിഞ്ഞിരുന്ന നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഒരു വീടിന്റെ അവസ്ഥയാണിത്. ഷീറ്റ് വിരിച്ചു കെട്ടിയ ഈ വീട്ടിൽ എന്ത് സുരക്ഷിതത്വമാണ് ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നത്? തൃശൂർ വാടാനപ്പള്ളിയിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനാമിക മരണപ്പെട്ട സംഭവം നമ്മുടെ എല്ലാ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്നതാണ്. അനാസ്ഥ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമെല്ലാം സംഭവിക്കുന്ന ഇത്തരം അപകടങ്ങൾ വരുത്തിവെക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. ഷീറ്റ് മേഞ്ഞതാണെങ്കിലും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഈ വീട് ഇന്ന് ശോകമൂകമാണ്. ശ്രീകമോൾക്കും അദ്യുതമോനും ഇനി ചേച്ചിയുടെ കളിചിരികൾ ഒരിക്കലും കാണാൻ കഴിയില്ല. ഇത്തരം മരണങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോഴും യാതൊരുവിധ മുൻകരുതലുകളും നമ്മൾ എടുക്കുന്നില്ല എന്നതും ഏറെ ദുഃഖകരമാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അനാമിക മോൾക്ക് പാമ്പ് കടിയേറ്റത് എന്നാണ് കരുതുന്നത്. പക്ഷേ അത് പാമ്പ് കടിച്ചതാണെന്ന് തിരിച്ചറിയാൻ വ്യാഴാഴ്ച വരെ സമയമെടുത്തു. കാലിൽ നീര് വെച്ചിട്ട് പോലും അതിൽ പുരട്ടാൻ ഒരു ഓയിൻമെന്റാണ് ആശുപത്രിയിൽ നിന്നും ആ കുഞ്ഞിന് കൊടുത്തുവിട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച ശേഷം മുത്തച്ഛന്റെ കൂടെ ഉറങ്ങാൻ കിടന്നതായിരുന്നു അനാമിക മോൾ. അതിനിടെ രാത്രി കുഞ്ഞ് പൊടുന്നനെ എഴുന്നേൽക്കുകയും എനിക്ക് കാല് വേദനിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് വീട്ടുകാർ കാൽ പരിശോധിച്ചുവെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനു പിന്നാലെ കുഞ്ഞിന് കലശലായ വയറുവേദനയും അനുഭവപ്പെട്ടു. ഇതോടെ വീട്ടുകാർ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവിടെ നടത്തിയ പരിശോധനയിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. വയറുവേദനയ്ക്ക് മരുന്നും കാലിൽ പുരട്ടാൻ ഒരു ഓയിൻമെന്റും കൊടുത്ത ശേഷം കുറച്ചുനേരം നിരീക്ഷണത്തിലിരുത്തി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ വ്യാഴാഴ്ച രാവിലെ ആയപ്പോഴേക്കും കുഞ്ഞ് ക്ഷീണിതയായതോടെ ചാവക്കാടുള്ള ആശുപത്രിയിലേക്ക് വീണ്ടും കൊണ്ടുപോയി. എന്നാൽ അപ്പോഴും അവർക്ക് അത് പാമ്പ് കടിച്ചതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അപ്പോഴേക്കും കുട്ടിയുടെ നില വഷളായിരുന്നു. ഇതോടെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് പാമ്പിൻ വിഷം കുട്ടിയുടെ ശരീരത്തിനുള്ളിൽ വ്യാപിച്ചതായി കണ്ടെത്തുന്നത്. തുടർന്ന് ഉടൻ തന്നെ കുഞ്ഞിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അപ്പോഴേക്കും വൃക്കയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുട്ടി അന്ന് രാത്രി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അണലിയുടെ കടിയേറ്റാണ് കുഞ്ഞിന് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായ നിഗമനം. പതിവായി ഇവരുടെ വീട്ടുപരിസരത്ത് അണലിയെ കാണാറുണ്ടെന്നും അയൽവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസവും ഇവിടെ കണ്ട ഒരു പാമ്പിനെ വീട്ടുകാർ തല്ലിക്കൊന്നിരുന്നു. ഇവർ താമസിക്കുന്ന വീടിന് ചുറ്റും കാട് പിടിച്ച നിലയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 4 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ ഇവിടെ എത്തി വാടകയ്ക്ക് താമസം തുടങ്ങിയത്. ഇവിടെ ചികിത്സ വൈകിയതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. വീടിന് ചുറ്റുമുള്ള ചപ്പുചവറുകൾ, കല്ലുകൾ, പഴയ മരത്തടികൾ, ഓലകൾ, ടയറുകൾ എന്നിവ കൂട്ടിയിടരുത്. ഇവയെല്ലാം പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അതുപോലെ വീടിനു ചുറ്റും കാടും കുറ്റിച്ചെടികളും വളരാൻ അനുവദിക്കരുത്. അവ കൃത്യമായ ഇടവേളകളിൽ വെട്ടിമാറ്റി പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ പാമ്പുകളുടെ പ്രധാന ആഹാരമെന്ന് പറയുന്നത് എലികളാണ്. എലിശല്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും പാമ്പുകളുടെ സാന്നിധ്യം കുറയ്ക്കാനായി സഹായിക്കുന്നു. അതുപോലെ തന്നെ വീടിനു ചുറ്റുമുള്ള വിള്ളലുകളും ദ്വാരങ്ങളുമെല്ലാം അടയ്ക്കുക. രാത്രികാലങ്ങളിൽ ഉറങ്ങുന്നതിന് മുൻപ് വീടിന്റെ വാതിലുകളും ജനലുകളും അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. സാധാരണയായി അണലി പോലുള്ള വിഷപ്പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ കടിയേറ്റ പാട വ്യക്തമായി കാണാൻ സാധിക്കും. എന്നാൽ കടിയേറ്റ സ്ഥലം, പാമ്പ് കടിച്ച സമയത്തെ ചലനങ്ങൾ, കുട്ടിയുടെ ശരീരപ്രകൃതി എന്നിവ ആശ്രയിച്ച കടിയുടെ പാടുകൾ എല്ലായ്പ്പോഴും വ്യക്തമാകണമെന്നുമില്ല. ഉദാഹരണത്തിന് വളരെ ചെറിയ പാമ്പ് കടിക്കുകയോ കടിയേറ്റ ഉടൻ തന്നെ കുട്ടി ആ ഭാഗം വേഗത്തിൽ വലിക്കുകയോ ചെയ്താൽ കടിയുടെ പാടുകൾ കാണാൻ പ്രയാസമായിരിക്കും. അണലിയുടെ കടിയേറ്റാൽ സാധാരണയായി വൃക്കകളെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം പാമ്പുകളെ നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.